വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 2 വീക്സ് വെയിറ്റിംഗ് ടൈമിൽ ഒരാളും തന്നെ ചെയ്യാനായിട്ട് പാടില്ലാത്ത 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ചെയ്യാനേ പാടില്ല. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എല്ലാ സ്ത്രീകളും വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും ഓരോ സമയത്തും ചെയ്യാറുണ്ട്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ അണ്ടം വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 2 വീക്സ് ടൈം നമ്മുടെ ലൂട്ടിയൽ ഫേസിന്റെ ആ ഒരു സമയം നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാൻ സാധ്യതയുള്ള സമയം, ഇംപ്ലാന്റേഷൻ നടന്നിട്ട് നമ്മുടെ കുഞ്ഞ് ഗ്രോ ആയി തുടങ്ങുന്ന ആ ഒരു സമയം, ഈ സമയത്ത് നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതിൽ ഏറ്റവും ആദ്യം തന്നെ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് നേരം നിന്നുകൊണ്ടുള്ള ജോലികൾ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഒരുപാട് നേരം നിന്നുകൊണ്ടുള്ള ജോലികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതലുള്ള നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. രാവിലെ നിങ്ങൾ എത്ര മണിക്ക് കിച്ചണിൽ കയറും, ഹസ്ബൻഡ് കയറിയതിനു ശേഷം എപ്പോഴാണ് നിങ്ങളൊന്ന് ജോലികളൊക്കെ തീർത്ത് ഇരിക്കുന്നത്, ആ സമയം നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യുക. നിങ്ങൾ ഒരുപാട് സമയം ചായ വെക്കുന്നു, ചോറ് വെക്കുന്നു, സ്നാക്സ് ഉണ്ടാക്കുന്നു, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യും തോറും കൂടുതൽ നേരം നിങ്ങൾ അങ്ങനെ നിൽക്കുന്നത് നിങ്ങളുടെ ആ ഒരു ബോഡി പ്രഷർ ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെ വരുന്നത് പല സ്ത്രീകളിലും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മറ്റുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. നമുക്ക് കാലിന്റെ ഉപ്പൂറ്റി ഭാഗത്ത് വേദന വരിക, അല്ലെങ്കിൽ നടുവിന് കൂടുതൽ വേദനകൾ അനുഭവപ്പെടുക, ഇതെല്ലാം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കുറയ്ക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് വിചാരിച്ചിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചു നേരം ജോലികൾ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും ബ്രേക്ക് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ രാവിലെ ഒരു പുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടപ്പത്ത് വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് വന്നിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക. കൂടുതൽ നേരം നിങ്ങൾ നിൽക്കുന്നത് മറ്റുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോഴേക്കും അത് ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് മോശകരമായിട്ട് ബാധിച്ചേക്കാം. അതുകൊണ്ട് ഒരുപാട് നേരം നിന്നിട്ടുള്ള ജോലികൾ നിങ്ങൾ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഇതേ സെയിം മെക്കാനിസം ആണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ മാത്രം ഫോഴ്സ് കൊടുത്ത് ഒന്ന് മുകളിലോട്ട് കയറുന്ന കാര്യത്തിൽ സംഭവിക്കുന്നത്. സ്റ്റെപ്പ് കയറുന്നതിനെ ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. അതിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത വീട്ടു ജോലികളായിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പൊടി തൂക്കാൻ വേണ്ടിയിട്ട് ഒരു കസേരയിൽ നമ്മൾ ഒന്ന് കയറി നിന്ന് കുറെ നേരം നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു എടുക്കാനായിട്ട് നമ്മളൊന്ന് മുകളിലോട്ട് കയറേണ്ടി വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഇതേ സെയിം മെക്കാനിസം നമ്മുടെ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ആ ഒരു പ്രഷർ വരുന്നു, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് നമ്മൾ കൂടുതലായിട്ടും ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും അത് നമ്മളുടെ ശരീരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും, അതായത് കൂടുതൽ മേളിൽ കയറി പൊടി തൂക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ ഉള്ള സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് കുറയ്ക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സും കെമിക്കൽസും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അത് ഉപയോഗിക്കാനേ പാടില്ല. നമ്മുടെ ആദ്യത്തെ ഒരു മാസം പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് മന്ത് കംപ്ലീറ്റ് ആകുന്നത് നമുക്ക് ലാസ്റ്റ് മന്തിൽ എന്നാണോ LMP വരുന്നത് ആ ദിവസം മുതൽ നമുക്ക് ഈ മാസം പീരീഡ് മിസ് ആകുന്ന ആ ദിവസം വരെയാണ്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റത്തെ മന്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ഈ ഒരു ഫസ്റ്റത്തെ മന്തിൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 6 മുതൽ 12 ദിവസത്തിനകത്ത് നമ്മുടെ കുഞ്ഞിന്റെ ഗ്രോത്ത് അവിടെ തുടങ്ങുകയാണ്. ഈ തുടങ്ങുന്ന സമയത്ത് ആ ഒരു എൻവയോൺമെന്റ് കുഞ്ഞിന് കിട്ടേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. നമ്മൾ ഈ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബ്ലീച്ചിങ് പോലെയുള്ള കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ഇത് നമ്മൾ ശ്വസിച്ച് അകത്തേക്ക് വിടുകയാണ്. ഇത് കുഞ്ഞിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കുഞ്ഞിന്റെ ഗ്രോത്തിന് ഓക്സിജൻ ആയിട്ടുള്ള എയർ സർക്കുലേഷൻ ആയിരിക്കില്ല നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്വസിക്കുമ്പോഴേക്കും അത് കുഞ്ഞിന്റെ ഗ്രോത്തിനും കുഞ്ഞിന് മിസ്കാരേജ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. കുഞ്ഞിന്റെ ഗ്രോത്തിനെ ഇത് വളരെ മോശകരമായിട്ട് തന്നെ ബാധിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കൾ, കെമിക്കൽസും പെസ്റ്റിസൈഡ്സും നമ്മൾ ആ ഒരു സമയത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മൾ എന്തെങ്കിലും ചെടികളും അല്ലെങ്കിൽ ചെടികളിൽ ഉണ്ടായിട്ടുള്ള ആ പുഴുക്കളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് സ്പ്രേ ചെയ്യുന്നതും, അതുപോലെ ഹിറ്റ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്, അതുപോലെ ബാത്റൂം ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ബ്ലീച്ച് ഉപയോഗിക്കുന്നത്, അതുപോലെ ഭയങ്കരമായിട്ട് നമ്മുടെ മൂക്കിലോട്ട് അങ്ങനെ അടിച്ചു കയറുന്ന തരത്തിലുള്ള ഫ്രാഗ്രൻസിൽ ആ അത്രയും കെമിക്കൽസ് നമ്മൾ എക്സ്പ്ലോഷർ ആ ഒരു സമയത്ത് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു കുഞ്ഞിന്റെ ഗ്രോത്തിനെ ഭയങ്കര മോശമായിട്ട് തന്നെ ബാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഒട്ടും തന്നെ പാടില്ല കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടില്
പെറ്റ്സ് ഉണ്ടെങ്കിൽ, പൂച്ചയോ പട്ടിയോ അല്ലെങ്കിൽ കിളികളാണെങ്കിലും പ്രാവാണെങ്കിലും അങ്ങനെയുള്ള പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷവും അതുപോലെ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തും അവയെ ഓവറായിട്ട് അവരെ പാമ്പർ ചെയ്യാതിരിക്കുക. അതായത് നമ്മളിപ്പോൾ അവരെ മേത്ത് കയറ്റിയിരുത്തുക അല്ലെങ്കിൽ അവരെ കൂടുതൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചെയ്യുന്നത് കുറയ്ക്കുക. കാരണം ഇവയിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഭാഗങ്ങളിലോ ആദ്യത്തെ സമയങ്ങളിലോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം കുഞ്ഞിന് മിസ്കാരേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയാസും വൈറസസും പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് നോർമലാക്കി കൊണ്ടുവരുവാൻ ചിലപ്പോൾ ചിലരിൽ 1 വർഷം വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പൂച്ചയിൽ നിന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്, പ്രാവിനെ വളർത്തിയപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ പട്ടിയിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേ ഇപ്പൊ ചില ആളുകളൊക്കെ പട്ടിയെ ഓവറായിട്ട് കൊഞ്ചിക്കുക കൂടി ചെയ്യുന്നുണ്ടാവില്ല. അവരുടെ റൂമിന്റെ സൈഡിലായിരിക്കും ചിലപ്പോൾ ആ പട്ടിയുടെ ഒരു കൂടുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ കൂടുതലായിട്ടും ആ പട്ടിയുടെ ആ ഒരു ചൂരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലോട്ട് എത്തുന്നത് നമ്മളിൽ ഓരോ സ്ത്രീകളുടെയും ശരീര പ്രകൃതി ഡിഫറെന്റ് ആണ്. അങ്ങനെ വരുമ്പോഴേക്കും അവരിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിരിക്കും. ചിലർക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര വീക്കായിരിക്കും. പ്രഗ്നൻസി സമയത്ത് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം നമ്മുടെ പ്രഗ്നൻസിയെ ഒരുപാട് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമൂലം നിങ്ങൾക്ക് ആ ഒരു പ്രഗ്നൻസിയെ ഒന്ന് ടെർമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടാകാം. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ കൂടുതൽ ഇങ്ങനെയുള്ളതിനൊക്കെ കളിപ്പിക്കുന്നത് ഒന്ന് കുറയ്ക്കുക കേട്ടോ. പെറ്റ്സിനെയൊക്കെ നമ്മൾ വളർത്തുന്നത് നല്ലതാണ്, പക്ഷെ നമ്മളുടെ സേഫ്റ്റിയും കൂടി നമ്മൾ കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കണം. ഈ ഒരു സമയങ്ങളിൽ മാത്രമല്ല, നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയം ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മൾ പെറ്റ്സിനോട് അധികം അടുപ്പം കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ അത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടവയാണ്. ബാക്കി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ജോലികളെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചാനലിൽ ഓൾറെഡി ഉണ്ട്. ദിജൂസ് വേൾഡ് ഹൗസ് ഹോൾഡ് കോഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കണ്ടു നോക്കുക. അതിൽ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിലും കൂടി അത് പറഞ്ഞിട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല കേട്ടോ. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.